സിദ്ധാർത്ഥിനെ മർദ്ദിച്ച കുന്നിൻ മുകളിൽ എത്തിച്ച പ്രതികളെ തെളിവെടുപ്പ് നടത്തി രഹൻ ആകാശ് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതക സാധ്യത പോലീസ് അന്വേഷിക്കും. പോലീസ് എത്തും മുൻപേ പ്രതികളുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം അഴിച്ചെടുത്തതിലും അന്വേഷണം നടത്തും. അതേസമയം പുക്കോട് വെറ്റിനറി കോളേജിന്റെ നിയന്ത്രണം CPM-ന്റെ കീഴിലാണെന്ന ആരോപണമുണ്ട്. പുക്കോട് കോളേജിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് ഉടൻ ആരംഭിക്കുന്നതുമായി പ്രജിത് മോഹൻ ചെയ്യുന്നുണ്ട്. പ്രജിത്ത്, ഈ അടിമുടി ദുരൂഹതയാണ് ഈ കേസിൽ തുടക്കം മുതലുണ്ടായിരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുക്കുന്നതിലും അന്വേഷണം നടത്തുന്നതിലുമൊക്കെ വലിയ ഇടപെടലുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് CPM നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഈ ആരോപണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉമേഷ്, ഈ 16-ാം തീയതി സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ കോളേജ് ഹോസ്റ്റലിന് സമീപത്തുള്ള കുന്നിൻ മുകളിൽ നിന്നാണ്. ഇവിടെയാണ് രാത്രി 9 മണിക്ക് ആദ്യമായി സിദ്ധാർത്ഥിനെ ഈ പ്രതികൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിച്ച് തുടങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ കുന്നിൻ മുകളിൽ വളരെ അപ്രതീക്ഷിതമായി പോലീസ് ഈ കേസിലെ 2 പ്രതികളെ രഹാൻ ബിനോയ്, ആകാശ് എന്നീ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. വളരെ അപ്രഖ്യാപിതമായിട്ടായിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊന്നും വിവരം കിട്ടാത്ത രീതിയിലൊക്കെ ആയിരുന്നു പോലീസിൻ്റെ ഈ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സിൻജോ ജോൺസനെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രതികളുടെയൊക്കെ ഒരു പ്രതികരണം ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തരത്തിലുള്ള തങ്ങളൊരു കുറ്റം ചെയ്തതാണ്, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് സഹപാഠിയെ തല്ലി ഈ അവസ്ഥയിലേക്ക് നയിച്ച ഒരു മരണത്തിലേക്കൊക്കെ തള്ളിവിട്ട ആളുകളാണ് എന്നതിൻ്റെ പേരിലുള്ള ഒരു കുറ്റബോധവും ഇവരുടെ ആരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കുന്നിൻ മുകളിൽ വെച്ച് നടന്ന തെളിവെടുപ്പിനിടെ പോലീസ് പ്രതികളോട് ചോദിച്ചു, ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയായിരുന്നു എങ്കിൽ മർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിലവിളികളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെയുള്ളവരൊക്കെ കേൾക്കാൻ സാധ്യതയില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രതികൾ പറയുന്നത് കേട്ടിരിക്കാം, മറ്റുള്ളവർ കേട്ടിരിക്കാം, തങ്ങൾക്കറിയില്ല എന്നാണ്. അതായത് ആ സമയത്ത് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതും സിദ്ധാർത്ഥിൻ്റെ നിലവിളികളും ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളുമൊക്കെ കേട്ടിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് ഇതിലൂടെ ചോദിച്ചറിഞ്ഞത്. ഈ മർദ്ദനം നടക്കുന്നതിൽ മറ്റുള്ളവർക്കുള്ള അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസിന് അറിയേണ്ടത്. എന്തായാലും 5 മിനിറ്റ് മാത്രമായിരുന്നു അവിടെ തെളിവെടുപ്പ് നടന്നിരുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ നമുക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെളിവെടുപ്പ് അവസാനിച്ചു. നമ്മൾ ഈ കുന്നിൻ മുകളിൽ ഈ തെളിവെടുപ്പിന് ശേഷം ആ മേഖലയിലാകെ പരിശോധിച്ചപ്പോൾ ആ കേന്ദ്രം ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെയൊക്കെ ഒരു കേന്ദ്രം എന്ന പോലെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു നമ്മളും അവിടെ കണ്ടത്. പ്രത്യേകിച്ച് മദ്യക്കുപ്പികളൊക്കെ കൂട്ടം കൂടി കിടക്കുന്നു. അത് ഈ ക്യാമ്പസിനകത്തുള്ളതാണ് ബിയർ കുപ്പികളടക്കം ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ക്യാമ്പസിനുള്ളിൽ യഥേഷ്ടം ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ മദ്യപിക്കാനും ഒത്തുകൂടാനും അവിടെ ഈ തരത്തിലൊരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യമാണ് ഈ ക്യാമ്പസിനുള്ളിൽ എന്നത്. ഒരു രാക്ഷസക്കോട്ട എന്ന് നമ്മൾ ആദ്യം വിളിച്ചത് അതേ സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നതിനുള്ള തെളിവുകളാണ് ഇന്ന് നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തി. എന്തായാലും 2 ഘട്ട തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികളുമായി പോലീസ് ഈ തെളിവെടുപ്പിന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ മാർച്ച് നടക്കുന്നുണ്ട്. ആ മാർച്ച് നടക്കുന്നതിന്റെ ഭാഗമായി ഒരു സംഘർഷ സാധ്യതയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും പ്രതികളുമായി ഒരു തെളിവെടുപ്പ് പോലീസ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പോലീസ് അന്വേഷണത്തിൽ വലിയ ആരോപണങ്ങൾ സിദ്ധാർത്ഥന്റെ കുടുംബമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ ചുമത്തിയ വകുപ്പുകളിലൊക്കെ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ചുമത്താമായിരുന്നു, എന്നാൽ അതൊന്നും ചുമത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ പോലീസിന്മേലുള്ള രാഷ്ട്രീയ ഇടപെടലൊക്കെ അതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഉമേഷ്, ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. പ്രത്യേകിച്ച് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, ഈ പ്രതികൾ സിദ്ധാർത്ഥിനെ മർദ്ദിക്കണമെന്നും പൊതുമധ്യത്തിൽ നാണം കെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സിദ്ധാർത്ഥിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താനുള്ള ആലോചന തുടങ്ങിയതെന്ന്. അതായത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് റിമാൻഡ് റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. പക്ഷേ ഈ രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ പോലീസ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ. അതേ പോലീസ് തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഒരു കൊലപാതകമായിരിക്കാനുള്ള സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെയൊക്കെ പരാതിയുണ്ട്, ഇതൊരു കൊലപാതകമാണെന്ന രീതിയിൽ. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തണമെന്ന് പോലീസ് പറയുന്നു. അതേ പോലീസിന് ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നതായി വ്യക്തമായിട്ടുള്ളതായി ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ശക്തമായ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടം വരെ എത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥിന്റെ ദേഹത്തെ പരിക്കുകൾ, കഴുത്തിലുണ്ടായിരുന്ന കേബിളുകൾ അടക്കം ഉപയോഗിച്ച് കുരുക്കിയ രീതിയിലൊക്കെയുള്ള
പരിക്കുകൾ സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ പരിക്കുകൾ എന്തെങ്കിലും ഈ രീതിയിലുള്ള ഒരു മരണ കാരണത്തിലേക്കോ അല്ലെങ്കിൽ കൊലപാതക കാരണമായിട്ടുണ്ടോ എന്നുള്ള വീട്ടുകാരുടെ സംശയമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം അഴിച്ചു മാറ്റുന്നത് ഈ പറഞ്ഞ രീതിയിൽ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ തന്നെയാണ്. അവർ തന്നെയാണ് ഈ സിദ്ധാർത്ഥിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന SFI നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് ആംബുലൻസ് ഡ്രൈവറുമായിട്ട് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം വൈത്തിരിയിൽ നിന്നും ബത്തേരിയിലേക്ക് കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവറുമായി സംസാരിച്ചപ്പോഴും നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഈ പ്രതികൾ എല്ലാവരും സിദ്ധാർത്ഥിൻ്റെ മരണസമയത്തും അതിനുശേഷം ആശുപത്രിയിൽ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചിരിക്കാനുള്ള ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരി, എന്തായാലും വലിയ സമയക്കുറവോട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ ക്രിമിനൽ ഗൂഢാലോചന പോലും വകുപ്പ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഉയരുന്ന ആരോപണങ്ങൾ ശരിവെക്കുകയാണ്. രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഇത് ശരിവെച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രജിത്താണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.